ഒത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഭാര്യയുടെ മേളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ കേട്ടോ. 1 മാസം 2 മാസം അത് കെട്ടിയോളെ കുത്തി, കെട്ടിയോളെ കുത്തി, രണ്ടുപേരും അങ്ങോട്ട് കുത്തി. നീയത് പാലിച്ചു. പാലൂട്ടി വളർത്തിയ കൈകളിൽ സംശയരോഗി അപ്പോഴേക്കും മനസ്സിൽ ചിലത് ഉറപ്പിച്ചു. ഹസ്ബൻഡിന് കുവൈറ്റ് വിട്ട് പോകണ്ട, ഭാര്യയ്ക്ക് കുവൈറ്റ് വിട്ട് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, പിള്ളേരുടെ കാര്യം നോക്കി. നമ്മളിപ്പോ ചില ഫാമിലിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ ചില ആളുകൾ വിചാരിക്കും നിന്റെ തമ്മയിലും ഈ പറയണ ഈ സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോന്ന്. വളരെയധികം ബന്ധമുണ്ട്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഇഷ്യൂ, നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 1-2 ദിവസം കെട്ടിയോളും മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ വീട്ടുകാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു ചർച്ച. ആ ചർച്ചയുടെ അവസാനം അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേ, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവേ, എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അവിടെ സോർട്ടായി. ആ 1-2 മാസം നമ്മുടെ പുതുമോടി ആ ടൈമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ കേട്ടോ. 1 മാസം 2 മാസം അത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 വ്യക്തികളും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഒരാൾ പറയും ഞാനാണ് വലിയവൻ, മറ്റാൾ പറയും ഞാനാണ്. ഈ വലിയവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇവരുടെ തിടുക്കത്തിനിടയിൽ ഇവർ 2 പേരും പിന്നെ കളറിപ്പയിട്ടാണ്. കുവൈറ്റിലെ അബ്ബാസി എന്ന് പറയുന്ന സ്ഥലത്ത് 2 വ്യക്തികള്, അതായത് ഭാര്യയും ഭർത്താവും, ബിൻസി ആൻഡ് സൂരജ്, 2 പേരും കുത്തേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. എന്താണ് അവർക്ക് സത്യത്തിൽ സംഭവിച്ചത്? ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. ചില ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം 2 പേരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നാ പറയണേ. അതായത് അവരൊരു മാതിരി റെഡി 1 2 3 പറഞ്ഞു കുത്തിയതാണോ? എനിവേ അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ അബ്ബാസിയിൽ നിന്ന് തന്നെ അവരെ ഒരുപാട് അടുത്തറിയുന്ന ആളുകള് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന കുറച്ച് ചാറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ വീഡിയോയുടെ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ മെസ്സേജസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ, ഞാൻ കരയുന്നൊന്നുമില്ല, ഒരുപാട് ഇമോഷണൽ ഒന്നുമല്ല. എന്റെ പൊന്നു മക്കളെ, എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ഈ സ്ഥിരം പരിപാടി തന്നെയാണ്. ഒന്നെങ്കിൽ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. നമുക്ക് പറയില്ലേ, കേട്ട് നമുക്ക് മരവിച്ചു പോയി എന്ന് പറയത്തില്ലേ, നമുക്ക് ആ ഇമോഷൻസ് ഇല്ലാതായി എന്ന് പറയത്തില്ലേ. പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ വോയിസിലേക്ക് തന്നെ ഫസ്റ്റ് കിടക്കാം. നിങ്ങൾ വോയിസ് കേൾക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്ന്. ഇതിൽ കുറെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ അവിടെ നിന്ന് ഒരു ന്യൂസ് കേട്ട് കെട്ടിയോളെ കുത്തി, കെട്ടിയോളെ കുത്തി, 2 പേരും അങ്ങോട്ട് കുത്തി, ഈ പരിപാടികളൊന്നുമല്ല. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഹെഡ്സെറ്റ് യൂസ് ചെയ്യാ, വോയിസ് കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? അപ്പൊ ഇവര് സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ സംസ്ഥയിലുള്ള ആൾക്കാരാണ്. ഇവർ ആസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. SMCയുടെ കരോൾ പിരിവിനൊക്കെ ഇവരുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിനാണ്. ഇവര് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പിള്ളേരെ നാട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷേ ഹസ്ബൻഡിന് കുവൈറ്റ് വിട്ട് പോകണ്ട, ഭാര്യയ്ക്ക് കുവൈറ്റ് വിട്ട് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, പിള്ളേരുടെ കാര്യം നോക്കി. ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണോ അറിയാൻ കഴിഞ്ഞത്. ഈ പുള്ളി അത്രയ്ക്ക് അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന പാർട്ടിയല്ല. വീട്ടിൽ ചെന്നാലും അങ്ങനെ അധികം വർത്താനൊന്നും പറയത്തില്ല, ഒരു സൈഡിൽ ചേർന്ന് നിൽക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഈ പുള്ളിയുടെ ഒരു സ്വഭാവം, പ്രകൃതമൊക്കെ. വേറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള വീടല്ല. പല പ്രാവശ്യം SMCയുടെ കരോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. ഇത് ഒരു വേർഷൻ. ഇനി നമുക്ക് വേറൊരു വോയിസ് കേൾക്കാം. അവിടെ ഒരു ലൈവ് അപ്ഡേറ്റ്, നമ്മുടെ അബ്ബാസിയില് ബിൻസി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നേ. അവര് ഭർത്താവും ഭാര്യയും വഴക്കുണ്ടായിരുന്നു. അവനൊത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഭാര്യയുടെ മേളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി. ആദ്യം ഭർത്താവ് ഭാര്യയെ കുത്തി, പിന്നെ ഭാര്യ ഭർത്താവിനെ തിരിച്ചു കുത്തി. ഭർത്താവ് മരിച്ചു, ചത്തു. ഇപ്പൊ ലൈവാ അബ്ബാസിയില്. ആർക്കെങ്കിലും അറിയാമോ? ഇതുപോലെ ഒരുപാട് വോയിസ് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ കേട്ട ന്യൂസുകളില് എനിക്ക് ഏറ്റവും എന്താ പറയാ, എന്റെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് എനിക്ക് തോന്നിയ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വായിക്കാം. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. കുവൈറ്റിലെ മലയാളി ദമ്പതികൾ പരസ്പരം കുത്തി എന്നായിരുന്നു ഇന്നലെ ദേശീയ മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തത്. അപൂർവങ്ങളിൽ അപൂർവ വാർത്ത. ഒരാൾ കുത്തേറ്റിട്ട് മറ്റൊരാളെ കുത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായില്ല. കാരണം
കുത്തേൽക്കുമ്പോൾ തന്നെ ബോധം പോകുമല്ലോ. ബോധം പോയില്ലെങ്കിൽ പോലും കുത്തുക അസാധ്യമാണ്. ഇന്നലെ ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 20-ലധികം പേർ കുവൈറ്റിൽ നിന്ന് എന്നോട് സംസാരിച്ചിരുന്നു. ചിലർ ഭർത്താവിന്റെ പക്ഷം, മറ്റു ചിലർ ഭാര്യയുടെ പക്ഷം. ഇന്നലെ ഞാനിട്ട പോസ്റ്റിന്റെ താഴെ ശ്രീകാന്ത് നായർ എന്ന സുഹൃത്ത് കമന്റ് ചെയ്തത് ഞാൻ ഇവിടെ കുറിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രണയം, സാമ്പത്തികമായി തരക്കേടില്ലാത്ത വീട്ടിലെ പെൺകുട്ടി, അവളുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത നഴ്സിംഗ്, പഠനം കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, മുന്നിൽ പ്രാരാബ്ധങ്ങൾ മാത്രം കൂട്ടായുള്ള അവളുടെ കാമുകനെ തനിക്ക് ഡൽഹിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം മുഴുവൻ ചെലവാക്കി അവനെയും BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നു. എന്തെന്നാൽ അവനെ അവൾ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള ജോലി പരിചയം വെച്ച് അവൾ അടുത്തപടിയായി കുവൈറ്റിൽ ഡിഫൻസിൽ ജോലിക്ക് കയറുന്നു. ശേഷം BSc നഴ്സിംഗ് പാസ്സായ തന്റെ കാമുകനെ വീട്ടുകാരുടെ എതിർപ്പുകൾ ഒക്കെ അവഗണിച്ച് അവൾ വിവാഹം കഴിക്കുന്നു. കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുന്നു. ജീവിതത്തിന്റെ തുടക്കം മുതൽ കൂടിയ അവന്റെ സംശയരോഗം ഓരോ ദിവസവും കൂടി വന്നു. അത് ഒന്നും കൂടി വായിക്കാം. ജീവിതത്തിന്റെ തുടക്കം മുതൽ കൂടിയ അവന്റെ സംശയരോഗം ഓരോ ദിവസവും കൂടി വന്നു. ഒരുപാട് മനോവിഷമങ്ങൾക്ക് നടുവിലും അവൾ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ. അതിന്റെ മുന്നോടിയായി താങ്കളുടെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങി. സംശയരോഗി അപ്പോഴേക്കും മനസ്സിൽ ചിലത് ഉറപ്പിച്ചു. 2 ദിവസം മുന്നേ അവളുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് അവൻ പറഞ്ഞു, അവളെ ഞാൻ കൊല്ലും. അതേടാ, നീയത് പാലിച്ചു. പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ നീ കടിക്കുമെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നുടാ. അനാഥമായ 2 കുഞ്ഞുങ്ങൾ മാത്രം. ഇന്നലെ രാത്രിയും വിളിച്ച അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു, ഇവൻ എന്നെ കൊല്ലുമെന്ന്. ശേഷം ഇന്ന് രാവിലെ അവളെ വളരെ പൈശാചികമായി കൊന്നിട്ട് പിന്നെ അവൻ വേറെ ഒരു വേലയും കൂടി കാണിച്ചിട്ടാണ് സ്വയം കുത്തിയത്. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോൾ 2 കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കി. 4 ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം സജ്ജമാക്കി. എന്നും പരസ്പരം വഴക്കിട്ട ദമ്പതികൾ അവസാനം മരണത്തിൽ കലാശിച്ചു. നഴ്സ് ദമ്പതികളുടെ മരണത്തിൽ അയൽക്കാരുടെ മൊഴി നിർണായകം. ഇപ്പോൾ കുവൈറ്റ് പോലീസ് പറയുന്നത് ആദ്യത്തേത് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ ഒരു സ്ത്രീയുടേതാണ്. അവരുടെ രക്തം ഹാളിൽ നിറഞ്ഞിരുന്നു. തിരച്ചിലിന് ശേഷം മറ്റൊരു മൃതദേഹവും കണ്ടെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനമെന്നും പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ഭൂമിയിലെ സ്വർഗമാകേണ്ടിയിരുന്ന കുടുംബം ഇപ്പോൾ സാക്ഷാൽ നരകമാകുന്നു. അതിന് 1ാം സ്ഥാനം നേടുവാൻ മലയാളികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ പങ്കാളി നിന്നെ കൊല്ലുമെന്ന് ഒരു വാക്കു പറഞ്ഞാൽ ആ നിമിഷം എന്ത് വില കൊടുത്തും എന്ത് നഷ്ടപ്പെടുത്തിയും നീ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകണം. അവൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക്. ഒരിക്കലും ജീവൻ പണയം വെച്ച് ഒരുത്തിന്റെ കൂടെ നിൽക്കരുത്. കുടുംബങ്ങളെ കാർന്നു തിരുന്ന രോഗമാണ് സംശയരോഗം. സംശയരോഗികളുടെ കൂടെ ജീവിക്കുവാൻ വലിയ പ്രയാസമാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവന്റെ കണ്ണ് മഞ്ഞച്ചിരിക്കും പോലെ ഈ സംശയരോഗികൾ നല്ലൊരു ശതമാനവും ഭൂലോക തരികിടകളാണ്. ഇവർ മറ്റുള്ളവരിൽ കാണിച്ച വേല ഇവരുടെ ഭാര്യയിൽ മറ്റുള്ളവർ കാണിക്കുമോ എന്ന ഭയമാണ്. അവർ അവരുടെ പങ്കാളിയെ എല്ലാത്തിനും സംശയിക്കും. തെളിവുകളുടെ പിൻബലം ഇല്ലെങ്കിലും സ്വന്തം പങ്കാളിയെയോ കൂടപ്പിറപ്പിനെയോ അടുത്തിടപഴകുന്നവരെയോ കടുത്ത വിശ്വാസമില്ലായ്മയോ സംശയമോ കാണിക്കുന്ന പ്രത്യേക മാനസിക അവസ്ഥയാണിത്. എന്തിലും ഏതിലും സംശയം തലപൊക്കിയാലോ അത് വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും വേണ്ടപ്പെട്ടവരുടെ മനസമാധാനം നശിപ്പിക്കുകയും ചെയ്യും. സംശയശീലക്കാരെ ജീവിത പങ്കാളിയായി കിട്ടുന്നവരുടെ കാര്യം ദയനീയമാണ്. ഒരു പരിചയക്കാരോട് അല്ലെങ്കിൽ സഹപ്രവർത്തകനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു. മനോരോഗ ചികിത്സ തേടുക മാത്രമാണ് പ്രതിവിധി. ചികിത്സ വിജയിക്കുന്നതിനും തടസ്സങ്ങൾ ഏറെയുണ്ട്. സംശയരോഗി മരുന്ന് കഴിക്കുകയില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുള്ള ചികിത്സ വേണം നൽകാൻ. സംശയവും ഭയവും മൂർച്ഛിച്ച് രോഗി അക്രമസക്തനാകുകയോ മറ്റുള്ളവരെ തന്ത്രപൂർവം വകവരുത്തുകയോ ചെയ്തേക്കാം. ഇത്തരം അവസരങ്ങളിൽ മരുന്നും വൈദ്യുതിയും ഉപയോഗിച്ച് ചികിത്സിക്കേണ്ടി വരുന്നു. ആഴ്ചകളോളം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളും ലഭ്യമാണ്. രോഗി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കാം, പക്ഷേ ചികിത്സ വൈകിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഈ പോസ്റ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു?
ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥ ഉള്ളമാര് തോന്നുന്നുണ്ടോ? ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനത്തെ കുറെ വോയിസുകളും കേട്ടായിരുന്നു കേട്ടോ. പറഞ്ഞ് കേട്ടതും എനിക്ക് മനസ്സിലായതും ചേട്ടന് മുഴുത്ത സംശയരോഗമായിരുന്നു. മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അങ്ങനെ നിഗമനങ്ങൾ പറയും, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതല്ല. ഇതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ദേഷ്യം, പെട്ടെന്നുണ്ടായ വൈകാരിക നിമിഷം, ഇങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും ഒരു കോപ്പ് സംഭവിക്കാൻ പോകില്ല. ആ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനെയൊക്കെ സഹായിച്ച് ഇവനെയൊക്കെ കുവൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രണ്ടുപേരുടെയും ജീവൻ നഷ്ടമായി. എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വീട്ടുകാരെ അറിയിക്കുക. അവിടെ നിന്ന് ഒരു സഹായം ഇല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ട ആളുകളെ അറിയിച്ച് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുക. സ്വന്തമായി ഇപ്പൊ ഈ വ്യക്തിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു നേഴ്സാണ്. അപ്പൊ പിന്നെ ഈ സ്നേഹിച്ചാള് ഇപ്പൊ എന്തുണ്ടായി, മരിച്ചുപോയി. ഇപ്പൊ ആർക്ക് പോയി? ആ 2 കുഞ്ഞു മക്കൾക്ക് പോയി. ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയത് ആ മക്കൾ മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ വരും. കമന്റ്സ് ഇടാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കേസിന്റെ കാര്യത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ കമന്റ്സ് വരുമ്പോഴും ഞാനത് കൃത്യമായി വായിക്കാറുണ്ട്. അതൊക്കെ എന്നെ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ആ കേസുകളെ കുറിച്ച് അന്വേഷിച്ച് വീഡിയോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്.